നെക്സ്റ്റ് വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ വണ്ടിയിൽ കുറച്ചല്ല 2-3 ആക്സസറീസ് ചെയ്യണം. അത് 2 ഷോപ്പിലായിട്ടാണ് ചെയ്യുന്നത്. ഒന്ന് നമ്മുടെ LG ആക്സസറീസിലും ചെയ്യണം, പിന്നെ രണ്ടാമത് നമ്മുടെ കാർ ഗാലക്സി എന്ന് പറഞ്ഞ ഇഞ്ചക്കൽ. അവിടെയാണ് ഞാൻ എല്ലാ വണ്ടികൾക്കും സീറ്റ് കവർ അടിക്കുന്നത്. അത് മറ്റേ LGയിൽ ചെയ്യാത്ത അവിടെയുണ്ട്, പക്ഷേ ഇവിടെയാണ് ഓൾറെഡി ഞാൻ പറഞ്ഞു വെച്ചിരിക്കുന്നത് സംഭവം. ഇതൊക്കെ നേരത്തെ ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ തന്നെയാണ് നമ്മുടെ എല്ലാ വണ്ടികൾക്കും സീറ്റ് കവർ അടിക്കുന്നത് കേട്ടോ. LGയിൽ നമ്മൾ ചെയ്യാൻ പോണത് അവിടെ ഫോഗ് ലാമ്പ് ചെയ്യണം. 3 ലൈറ്റ് വരുന്നത്, മറ്റേ വാമ്, വൈറ്റ്, പിന്നെ യെല്ലോ വരുന്ന LED സാധനം. കാരണം അത് അവിടെ തന്നെയാണ് റേറ്റ് കുറവ്. ഞാൻ ഇവിടെ ഇന്നലെ രാത്രി ഫുള്ള് അന്വേഷിച്ച്, എന്തുകൊണ്ടും LG ആക്സസറീസ് തന്നെയാണ് എല്ലാത്തിനും നല്ല റേറ്റ് കുറവ് കേട്ടോ. അതിൻ്റെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ചെയ്യണം. ഞാൻ പുള്ളീനെ വിളിച്ചായിരുന്നു. നമ്മുടെ വീഡിയോ കണ്ടിട്ട് ഒരു വണ്ടി അവിടെ പോയി വർക്കൊക്കെ ചെയ്തു. അവർ ഹാപ്പി, ഞാനും ഹാപ്പി. എന്തായാലും നമ്മളിപ്പം പോകുന്നത് നമുക്ക് സീറ്റ് കവറും ഫ്ലോർ മാറ്റും ആണ് കേട്ടോ. അതിൻ്റെ വിശേഷമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണുന്നത്. LGയുടേത് രണ്ടാമത്തെ വീഡിയോ ആയിട്ടേ വരുള്ളൂ, ഇതിൻ്റെ കൂട്ടത്തിൽ ഇടത്തില്ല. അപ്പോൾ എന്തായാലും അവിടെ ചെന്നിട്ട് ബാക്കി കാണാം. ഈഞ്ചക്കലിൽ അവിടെ റോഡ് പണി നടക്കുന്നതുകൊണ്ട് അവിടെ നിന്ന് കറങ്ങി വരണം. ഇല്ല, അതുകൊണ്ടാണ് ഈ റോഡ് എടുത്തത്. നമ്മുടെ മാൾ ഓഫ് ട്രാംകൂറിൻ്റെ ബാക്ക് റോഡ് വഴി എടുത്താൽ നമുക്ക് അതിൻ്റെ അടുത്തോട്ടിട്ടാം കാർ ഗാലക്സിയുടെ. ഒരു വേഗം റതാ കിടപ്പുണ്ട്. ഇത് മറ്റേ ഇത് ഫുൾ ഓപ്ഷൻ അല്ല. നമുക്കിനി ഇവിടെ നിന്ന് ഹൈവേ കയറാൻ പറ്റും. ഹൈവേ കയറിയാലും റൈറ്റ് സൈഡിലോട്ട് കുറച്ച് പോകണം. റോങ്. എന്തായാലും നോക്കാം. പണി നടക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. നമുക്കിനി ഹൈവേ എത്തി. ഇവിടെ നിന്ന് റൈറ്റിലോട്ടാണ് പോകാനുള്ളത്. അങ്ങോട്ടാണ് പോകാനുള്ളത്. വണ്ടിയെല്ലാം നോക്കിയിട്ട് നമുക്ക് അങ്ങോട്ട് എടുക്കാം വണ്ടി. റോഡ് പണി നടക്കുന്നതുകൊണ്ട് എല്ലാ വണ്ടികളും ഇതിലോട്ടാണ് വരുന്നത്, സർവീസ് റോഡിൽ കൂടി. അതുകൊണ്ട് നമ്മൾ വണ്ടി എടുത്തില്ലെങ്കിൽ. അപ്പോൾ നമ്മൾ കാർ ഗാലക്സിയിൽ എത്തി കേട്ടോ. പിന്നെ നമ്മുടെ വണ്ടിയിൽ ആണ് ഇപ്പോൾ ആദ്യം സീറ്റ് കവർ ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് അവർക്ക് ഒരു വർക്കും കൂടെ ഉണ്ട്. അത് രാവിലെ അവർ വിളിച്ച് കൊണ്ടുവന്നാൽ പെട്ടെന്ന് ചെയ്ത് തരാമെന്ന് പറഞ്ഞു. ഈ ഷോറൂം ഇരിക്കുന്നത് ഈഞ്ചക്കലാണ്. ഈഞ്ചക്കൽ നമ്മുടെ വയലിൽ ഹോട്ടലിൻ്റെ തൊട്ടടുത്താണ്. ഇവിടെ നിന്ന് തന്നെ ഇന്നലെ ഞാൻ ഒരു വീൽ കപ്പ് ചെയ്തായിരുന്നു. വന്ന ഉടനെ ടപ്പേന്ന് പണിയൊക്കെ കഴിഞ്ഞ് 2 സീറ്റ് അഴിച്ച്, ബാക്കിലത്തെ സീറ്റും അഴിച്ചിട്ട് ഇനി അതിൻ്റെ ബോൾട്ട് അഴിക്കാനുള്ള ഇതെടുക്കാൻ പോയി. സീറ്റ് പറഞ്ഞ പണി ഇപ്പോൾ തന്നെ കഴിയും, 1 മണിക്കൂറിനുള്ളിൽ കഴിയുമെന്നാണ് തോന്നുന്നത്. അഴിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മളൊക്കെ ഫ്ലോർ മാറ്റുണ്ട്, അത് ഇവിടെ നിന്ന് തന്നെയാണ് ചെയ്യുന്നത്. ഇതൊക്കെ നേരത്തെ ഇവിടെ പറഞ്ഞു വെച്ചതാണ്. വണ്ടി ഇറങ്ങുന്നതിന് മുന്നേ ഞാൻ ഇവിടെ പറഞ്ഞു വെച്ചത് സംഭവം. രണ്ട് സീറ്റ് താണ്ട് ഇവിടെ അഴിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമ്മുടെ പണി ഇവിടെ ആദ്യം അകമെല്ലാം ക്ലീൻ ചെയ്തു. പിന്നെ അടുത്ത് ഇതിൻ്റെ ഫസ്റ്റ് നമ്മൾ വിനൈൽ ഫ്ലോറിംഗ് ആണ് ചെയ്യുന്നത്. ഒരു ഗ്രേ കളറാണ് ഞാൻ എടുത്തത്. ഈ വണ്ടിയിൽ ഒന്നും അകത്ത് ഇൻറ്റീരിയറായിട്ട് മാച്ചായിട്ടുള്ളതൊന്നുമല്ല ഞാൻ ചെയ്യുന്നത്, കുറച്ച് വ്യത്യസ്തമായിട്ടാണ് ചെയ്യുന്നത്. അപ്പം ഗ്രേ ആണ് എടുത്തത്, അത് കാണിച്ചു തരാം. ഇതാണ് സാധനം. ഏറ്റവും കൂടിയ മെറ്റീരിയലാണ്, കട്ടിയുള്ള മെറ്റീരിയലാണ് ചെയ്യുന്നത്. കാരണം അത് ഇത്തിരി കട്ടിയായിട്ട് ഇല്ലെങ്കിൽ കയറുന്ന കസ്റ്റമറിനെയൊക്കെ ചെരുപ്പൊക്കെ കൊണ്ട് പെട്ടെന്നത് ഡാമേജ് ആവും. അതുകൊണ്ട് ഇത്തിരി കട്ടിയുള്ളത് ചെയ്താലേ പറ്റൂ.
മാറ്റിൻ്റെ വർക്കെല്ലാം അപ്പം നമ്മൾ കഴിഞ്ഞു കേട്ടോ. നമ്മുടെ ഒറിജിനൽ മാറ്റും അതിൻ്റെ പുറത്തെടുത്തിട്ടിട്ടുണ്ട്. ഇനി അടുത്ത സീറ്റാണ് ഫിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് കവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഫ്രണ്ടിലെത്തത് ഇത്തിരി കുഷ്യൻ ഇട്ടാണ് ചെയ്യുന്നത്. അതാണ് ഇത്തിരി ലേറ്റ്. ഇല്ലെങ്കിൽ നേരത്തെ പണി കഴിയാതെയാണ്. ഫ്രണ്ട് 2 സീറ്റ് നല്ല കുഷ്യൻ ഇട്ടാണ് അഡീഷണൽ ഫോമും കാര്യങ്ങളൊക്കെ കയറ്റിയാണ് ചെയ്യുന്നത്. ബാക്കിലും ഫോം ചെയ്യുന്നുണ്ട്, ഫ്രണ്ടിലാണ് കൂടുതലും ചെയ്യുന്നത്. അപ്പം ബാക്കി സീറ്റ് കവർ വന്നിട്ട് കാണാം. ഇതാണ് നമ്മുടെ ടയറിനിട്ട വീൽ കപ്പ് കേട്ടോ. ഇത് എനിക്ക് ഇഷ്ടപ്പെട്ടു. ബ്ലാക്ക് ഇടാമെന്നാണ് വെച്ചാൽ, ബ്ലാക്ക് പക്ഷേ വൃത്തിയില്ല. അകത്തത്തെ ഡിസ്കും ഈ കളറായതുകൊണ്ട് ബ്ലാക്ക് ചേരത്തില്ല. അപ്പോൾ പിന്നെ ഇത് തന്നെ എടുത്തു നമ്മൾ. ബാക്കി വർക്കെല്ലാം കഴിഞ്ഞിട്ട് കാണാം. അപ്പം ഇതാണ് നമ്മുടെ സീറ്റിൻ്റെ ഔട്ട്പുട്ട് കേട്ടോ. ഫസ്റ്റ് ഡ്രൈവർ സീറ്റ് ഫിറ്റായി. ഒരു ഡയമണ്ട് കട്ടൊക്കെ ഉള്ള ഒരു ഡിസൈനാണ് സെലക്ട് ചെയ്തത്. അതാകുമ്പോൾ ഇവിടെയും കുറച്ച് കുഷ്യൻ പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കും. പിന്നെ ഇവിടെ അഡീഷണൽ ഫോം നമ്മൾ ചെയ്തിട്ടുണ്ട്. സ്റ്റിച്ചിങ് വരുന്ന ഡബിൾ സ്റ്റിച്ചിങ് ആണ് ചെയ്തിരിക്കുന്നത്. അത് നമ്മുടെ ഈ ബീജ് കളർ തന്നെയാണ് സ്റ്റിച്ചിങ്ങിന് എടുത്തത്. നമ്മുടെ സീറ്റിൻ്റെ വർക്കൊക്കെ അങ്ങനെ കഴിഞ്ഞിരിക്കുകയാണ് കേട്ടോ. ലാസ്റ്റ് പോളിഷിങ്ങും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സീറ്റ്. നല്ല കുഷ്യനിട്ട് ഇവിടെ ചെയ്തിട്ടുണ്ട്. ഈ അങ്ങനെ നമ്മുടെ ഇന്നത്തെ വർക്ക് കഴിഞ്ഞു. വണ്ടിയുടെ സീറ്റ് കവറും വിനൈൽ ഫ്ലോറിങ് മാത്രമേ ചെയ്തിട്ടുള്ളൂ. ബാക്കി വർക്ക് ഇനി വഴിയേ ചെയ്യണം. രാവിലെ 12 മണിയായപ്പോൾ നമ്മൾ എത്തിയതാണ്. ഇപ്പോഴാണ് വർക്ക് കഴിഞ്ഞ. സമയത്തായി 5 മണിയായി. ഇടയ്ക്ക് ഒരു വണ്ടിയും കൂടെ കയറ്റി. അതാണ് ഇത്ര ലേറ്റായത്. അപ്പോൾ ബാക്കി വിശേഷം പിന്നെ കാണാം. അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.